ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില് 100 ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ആളുകളായിട്ട് നമുക്ക് അതിനുള്ളിൽ ആളുകളായിട്ട് നമുക്കൊരു കണക്ഷൻ വരും. സ്വാഭാവികം. അപ്പോൾ തീർച്ചയായിട്ടും അനുമോളായിട്ട് നല്ലൊരു സൗഹൃദമാണ് ഇപ്പൊ ഉള്ളത്. ഇതിങ്ങനെ തന്നെ പോട്ടെ അല്ലേനും അല്ലേ ചെറിയ രാമനായരെ. അതുപോലെ കുറെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളൊക്കെ നിങ്ങളെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ഇല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരാത്ത, ഒരു ഫ്രെയിമിൽ വരാത്ത, അല്ലെങ്കിൽ ഇനാഗ്രേഷനിൽ വരാത്ത എന്നൊക്കെ രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. യാതൊരു തരത്തിലുള്ള എന്താ പറയുക, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ആരൊക്കെയോ പടച്ചുവിടുന്ന കാര്യങ്ങളാണ്. അവർക്ക് അതൊക്കെ ഒരു തമാശയാ. കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കിട്ടില്ല. നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ, തെറ്റായ വാർത്തകൾ നിങ്ങളെ പറ്റി പരസ്പരം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് കിട്ടണത് നീ മേടിച്ചോ? ഈ തെറ്റായ വാർത്തകൾ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. എന്തായിരുന്നു തെറ്റായ വാർത്ത? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. അനിമോള് തേച്ചത് കൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച്. അതല്ല ഉദ്ദേശം. സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ്, സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന ഒരു കുറച്ച് പേരുണ്ട്. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയം ഉണ്ടോ? പക്ഷെ ഞാൻ ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ട്, മൈൻഡ് ആക്കുന്നില്ല. അതൊക്കെ മൈൻഡ് ആക്കാൻ നോക്കി നിന്ന് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിടത്തും എത്താറില്ല. ഇങ്ങനെ തന്നെ വേണം. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എന്താ പറയുന്നത്, ഒരു പണി ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുന്നവരാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. അപ്പൊ എനിക്ക് അവിടുത്തെ പുച്ഛം മാത്രമല്ല, എനിക്ക് ഒന്നും പറയാനില്ല. അത് എന്റെ മോനെ മഞ്ഞപ്പിത്തുള്ളത് കൊണ്ടാ കാണുന്നതൊക്കെ മഞ്ഞ. ഒന്നും ആവാറില്ല. അങ്ങനെ അതാ ഞാൻ പറഞ്ഞേ, അതൊക്കെ നമ്മൾ പേഴ്സണലായി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ എടുത്തു എത്തത്തില്ല. നീ ഒന്ന് എഴുതേറ്റേ, ഇത് നിനക്കുള്ള പ്രതിഫലമല്ല, എന്റെ ഒരു സമ്മാനമാണ്. എന്റെ ദൈവമേ, അനുമോളുടെയും അനീഷിന്റെയും കല്യാണം ഉണ്ടാവും എന്നുള്ളത്. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഞാൻ ഒന്നാമത് ബിഗ് ബോസ് കഴിഞ്ഞു. അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ലൈൻ കട്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഭാവി പരിപാടികളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വഴിയെ പറയാം. ആദ്യമേ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ത്രില്ല് പോവില്ലേ? നീയാളൊരു മഹാനായി മാറി. ഈ കസേരയിലോട്ട് ഇരിക്കുന്നേ, ഞാൻ ഒന്ന് കാണട്ടെ. എന്നെക്കാളും ഡാൻസ് ചെയ്യുന്നത് അനീഷാണ്. നിങ്ങൾ കാണാറില്ലേ? ഞാൻ ബിഗ് ബോസിനകത്ത് ഞാൻ ചില ദിവസങ്ങൾ മാത്രമേ ഡാൻസ് ചെയ്യാറുള്ളൂ. ഏറ്റവും 100 ദിവസവും ഡാൻസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അനീഷേട്ടൻ. അല്ലേ അനീഷേട്ടൻ? സന്തോഷായി, നല്ല സന്തോഷായി. കാര്യമാണ്, എല്ലാവർക്കും അറിയാം. നമ്മൾ എപ്പോഴും എല്ലാരും ആയിട്ട് കാണുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ശരിക്കും ഗസ്റ്റ് എന്ന് പറഞ്ഞ അനീഷാണ്. അപ്പൊ അനീഷേട്ടനും ഡാൻസ് ചെയ്യും. ഇനി വഴക്ക് വേണ്ടേ വേണ്ട. മീഡിയക്കാർക്ക് ഒരു കണ്ടന്റ് അനുമോളുടെ അനീഷിന്റെ ഡാൻസ്, വൈറൽ ഡാൻസ്. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. രാജകുമാരിക്ക് ഒരു സുപ്രഭാതം പറയാം. സുപ്രഭാതം രാജകുമാരി, സുപ്രഭാതം. സുപ്രഭാതം. അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാന്താരി? സുപ്രഭാതം പറയോ? അനു പറയാണ്, അനുവാണ് രാജകുമാരി എന്ന് വിചാരിച്ചു. ഓ, സംഭവിച്ചു തന്നു, രാജകുമാരി തന്നെ. സത്യം പരമാത്രം. അതെ എന്റെ ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. Play the music. വെറൈറ്റി അല്ലേ? ഇത് മാർഗം കളി. ആ, ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. ഇതെല്ലാരും ചെയ്യുന്ന ഡാൻസ് അല്ലേ? എന്തെങ്കിലും ആവട്ടെ, സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ വെരി വെരി കുട്ടിന്.